നോക്കാം. ഈ ട്രെയിൻ റണ്ണിങ് അറ്റ് ദ സ്പീഡ് ഓഫ് 50 km/h ടേക്ക് 20 seconds ടു ക്രോസ് ആൻ ഇലക്ട്രിക് പോസ്റ്റ്. ദെൻ ദി ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഈസ്. അപ്പം സ്പീഡിലാണ് 54 km/h പോകുന്ന ട്രെയിന് 20 സെക്കൻഡ് കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണെന്ന് അറിയാം. നമുക്ക് ടൈം എത്രയാണെന്ന് തന്നേക്കുന്നത് ബ്ലൈസ് 20 സെക്കൻഡ് തന്നേക്കുന്നത് ഈക്വൽ ടു ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ സ്പീഡ് 50 km/h ആണ് തന്നേക്കുന്നത്. km/h നമ്മൾ m/s ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 5/18 കിട്ടും. ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. 20 സെക്കൻഡ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 54 ആണുള്ളത്. ഇവിടെ ഇതിൻ്റെ 8ൻ്റെ പകുതി 9, 54ൻ്റെ പകുതി 27. ഇനി നമുക്കറിയാം 9 × 3 ആണ് എന്താണ് 27. ഇവിടെ 3 × 5 വരും. അപ്പോൾ d/3 × 5 5 എന്ന് വരും. ഇംപ്ലൈസ് നമുക്കത് കിട്ടും 20 സെക്കൻഡ് ഈസ് ഈക്വൽ ടു d/15 എന്ന് കിട്ടും. ഇനി നമുക്ക് ഡിസ്റ്റൻസ് ആണ് കിട്ടേണ്ടത്. ഇംപ്ലൈസ് d ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക 20 × 15 എന്ന് കിട്ടും. ഈക്വൽ ടു 300 മീറ്റർ ആണ് ആൻസർ. 300 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ price of a book is first decreased by 20% and then increased by 25%. The net change in the price of the book will be in ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ 5% increase, ബി 5% decrease, സി 10% increase, ഡി നോ ചേഞ്ച് ഇതാണ്. അപ്പോൾ നമുക്ക് പ്രൈസ് അറിയാത്തതുകൊണ്ട് നമുക്കൊരു ബുക്കിൻ്റെ പ്രൈസ് 100 എന്ന് എടുത്തു. ഇനി 100ൻ്റെ 20% ഡിക്രീസ് ഉണ്ടായെന്ന് പറഞ്ഞു. ഡിക്രീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ 100ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 20 തന്നെയാണ്. അപ്പോൾ 100 - 20 = 80. അപ്പോൾ ബുക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ 80%. ഈ 80%ൻ്റെ അല്ലെങ്കിൽ 80ൻ്റെ 25% പിന്നീട് കൂട്ടുകയുണ്ടായി. അപ്പോൾ 80ൻ്റെ 25% എന്ന് പറയുന്നത് എങ്ങനെ കാണും? ഈ 0 വെട്ടിക്കളഞ്ഞു. ഇതിൻ്റെ പകുതി 5, ഇതിൻ്റെ പകുതി 4. അപ്പോൾ നമുക്കറിയാം 100/5 = 20 അല്ലേ? അപ്പോൾ 80ൻ്റെ 25% 20 ആണ്. അപ്പോൾ നമ്മുടെ ബുക്ക് ആദ്യം ഉണ്ടായിരുന്നത് 80ൻ്റെ കൂടെ ഈ 20 കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 100 തന്നെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിലയിലേക്ക് തന്നെ എത്തും. അപ്പം ഇവിടെ ആൻസർ എന്ന് പറയുന്നത് നോ ചേഞ്ച് എന്നാണ്. ഇവിടെ 1000 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എന്തെന്നാണ് ചോദിച്ചത്. അപ്പോൾ കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 + r/100 ഹോൾ റേസ് n എന്നാണ്. ഇതിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിട്ട് എത്ര എമൗണ്ട് ആണ്, 1 + റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, r n എത്ര വർഷത്തേക്കാണ്. ഇവിടെ നമുക്ക് കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനായിട്ട് 1000 രൂപയ്ക്കാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 1000 × 1 + 10% ആണ് നമ്മൾ പലിശ ഡിവൈഡഡ് ബൈ 100 2 വർഷത്തേക്കാണ്. അപ്പോൾ 1000 × 1 + ഈ 0 വെട്ടിപ്പോയി 1/10 വരും ഹോൾ സ്ക്വയർ. 1000 × ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ 10 + 1 11/10 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി 1000 × 11 സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1000 × 11 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 121 ഡിവൈഡഡ് ബൈ 100. 2 0 വെട്ടിപ്പോയി. ബാക്കിയുള്ളത് 1000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 121നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1210 കിട്ടും. ഇത് നമുക്ക് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പ്ലസ് നമ്മളിട്ട പൈസയും കൂടെ കൂടിയിട്ടാണ്. അപ്പോൾ 1210 - 1000 എന്ന് പറയുന്നത് 210 എന്ന് കിട്ടും. അപ്പോൾ 210 ആണ് നമ്മുടെ 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന കൂട്ടുപലിശ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻ എ റെക്റ്റാങ്കിൾ ABCD, അതായത് ഈ റെക്റ്റാങ്കിൾ ഷോൺ ഇൻ ദ ഫിഗർ AB = 8 cm. ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് 8 cm ആണ്. BC = 5 cm. ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളത് 5 cm ആണ്. ആൻഡ് P ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ, അതായത് AB യുടെ മിഡ് പോയിൻ്റ് ആയിട്ടാണ് P വരുന്നത്.
വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ പി സി, അതായത് എ പി സിയുടെ ഏരിയ എത്രയാണെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പോർഷൻ വന്നിട്ടുള്ളത്. ഈ രണ്ട് ഭാഗം എന്താണ്, ട്രയാങ്കിളാണ്. നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടിട്ട് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എത്രയാണ്. അപ്പോൾ നമുക്ക് ഈ വശം എ ബി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഈ എ ബിയുടെ മിഡ് പോയിൻ്റാണ് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് 4 സെൻറ്റിമീറ്ററും ഇത് 4 സെൻറ്റിമീറ്ററും ആയിരിക്കും. ഈ എ ബി 8 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇതെന്തായിരിക്കും, 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇതും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി എന്നാണ്. ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 5 ഈക്വൽ ടു എത്ര കിട്ടും, 40 എന്ന് കിട്ടും, 40 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ ട്രയാങ്കിൾ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ബി സി എന്ന് എഴുതുക ഈക്വൽ ടു എന്താണ്, ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ഹാഫ് ഇൻറ്റു ബി എച്ച് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ആയിട്ട് നമ്മൾ 4 എടുത്തു, ഹൈറ്റ് വരുന്നത് 5. അപ്പോൾ നമുക്ക് ഈ 2 ഇതും വെട്ടിപ്പോയി 2 വരും. അപ്പോൾ 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ എന്ന്. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ഡി സി ആണ് ആ ട്രയാങ്കിൾ, ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എച്ച് എന്ന് എഴുതാം. ഇവിടെ ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്നത് ബേസ് ആയിട്ട് വരും. ഈ ട്രയാങ്കിളിൻ്റെ ബേസ് 5 സെൻറ്റിമീറ്റർ ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ. ഇത് രണ്ടും വെട്ടിപ്പോയി 4, 4 20 എന്ന് കിട്ടി. 20 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഏരിയ 20 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ ഏരിയ എത്ര, ഇതിൻ്റെ ഏരിയ 10 സെൻറ്റിമീറ്റർ കിട്ടി, ഇതിൻ്റെ ഏരിയ 20 സെൻറ്റിമീറ്റർ കിട്ടി. ഇത് മൊത്തത്തിൽ നമുക്ക് 40 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് കണ്ടുപിടിക്കുക, ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്, എ പി സി ഈക്വൽ ടു ഈ ട്രയാങ്കിളിൽ നിന്ന് ഇതിൻ്റെ റെക്റ്റാങ്കിളിൽ നിന്ന് ഈ രണ്ട് ട്രയാങ്കിൾ കുറച്ചാൽ മതി. അപ്പോൾ 40 മൈനസ് ഫസ്റ്റ് നമുക്ക് 10 മൈനസ് 20 ഈക്വൽ ടു 40 മൈനസ് 30 ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ ഷെയ്ഡഡ് ആയിട്ടുള്ള ഈ പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് എന്ന് ചോദിക്കുന്നത്. 2/7 ഉണ്ട്, 2/5 ഉണ്ട്, 2/3 ഉണ്ട്, 1/2 ഉണ്ട്. ഇനി ഇതുപോലെയുള്ള ഫ്രാക്ഷൻസിനൊക്കെ ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 2/7 ആദ്യം എടുത്തു, 2/7 2/5 കൂടെ എടുത്തു. ഇതിൽ രണ്ടിൽ ഏതാ വലുതെന്ന് നോക്കാനായിട്ട് നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 5 10 ആണെന്നറിയാം, 2 ഇൻറ്റു 7 എന്ന് പറയുന്നത് 14 ആണെന്നറിയാം. അപ്പോൾ ഇതിൽ 10 ആണോ 14 ആണോ വലുത്, 14 ആണ്. അപ്പോൾ ഇതാണ് വലുത്. ഇതെടുക്കുക. ഇനി അതിന് ശേഷം 2/5 2/3 കൂടി എടുക്കുക. ഇതിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 3 6 എന്ന് കിട്ടും, 2 ഇൻറ്റു 5 6 എന്ന് കിട്ടും, 2 ഇൻറ്റു 5 10 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഏതാണ് വലുത്, 10 അല്ലേ വലുത്. അപ്പോൾ ഇതാണ് വലുത്, 2/3 ആണ് വലുത്. ഇനി നമ്മൾ അടുത്തത് 2/3 എടുത്ത് അവസാനത്തതും കൂടെ നോക്കുക, 2/3 1/2 കൂടെ എടുക്കുക. അപ്പോൾ 2 ഇൻറ്റു 2 4, 1 ഇൻറ്റു 3 3 എന്ന് വരും. അപ്പോൾ ഇതിലേതാണ് വലുത്, 4 ആണ് വലുത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. Anu got an average score of 58 in 5 consecutive examinations. To get the average score 60, what should be her score in the next exam? അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അതായത് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ എത്ര നോൺസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര നമ്പർ ഉണ്ട് എന്നാണ് നമ്മൾ എഴുതാം. അപ്പോൾ നമുക്കറിയാം എക്സാമിനേഷനിൽ 58 സ്കോർ ചെയ്തിട്ടുണ്ട് 5 എക്സാമിനേഷനിൽ. സോ നമുക്കറിയാം ആവറേജ് 50 ഈക്വൽ ടു സം നമുക്ക് കണ്ടുപിടിക്കാനും. എത്ര എക്സാമിനേഷനിൽ നിന്നാണ് 50 കിട്ടിയേക്കുന്നത്,
5 എക്സാമിനേഷൻ. അപ്പോൾ സം ഈസ് ഈക്വൽ ടു 58 ഇൻറ്റു 5 എന്ന് കിട്ടി. ഇത് എത്ര കിട്ടും? 290 എന്ന് വരും. 290 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നമ്മളോട് ചോദിച്ചാൽ ടു ഗെറ്റ് ദി ആവറേജ് സ്കോർ 60 വാട്ട് ഷുഡ് ബി ഹർ സ്കോർ. അതായത് അടുത്ത എക്സാമിനേഷനിൽ അവർ മൊത്തം ആവറേജ് എടുക്കുമ്പോൾ 60 കിട്ടാൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് അടുത്ത എക്സാമിന് സ്കോർ ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്ക് 60 ആവറേജ് കിട്ടേണ്ടത്. സമ്മ് നമുക്ക് അറിയില്ല. എത്ര എക്സാമിനാണ് 60 ആവറേജ് കിട്ടേണ്ടത്? 6 എണ്ണത്തിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ സം ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 360 എന്ന് വന്നു. അതാണ് 360 ആണ് സമ്മെങ്കിൽ നമുക്ക് എന്താണ് 60 ആവറേജ് വരുള്ളൂ. അപ്പോൾ കഴിഞ്ഞ 5 എക്സാമിന് എത്ര കിട്ടിയിട്ടുണ്ട്? 5 എക്സാമിനും കൂടെ കൂട്ടിയിട്ട് 290 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എക്സാമിന് കിട്ടേണ്ടത് 360 മൈനസ് 290 ഈസ് ഈക്വൽ ടു എത്രയാണ്? 70. അപ്പോൾ ഇനി നെക്സ്റ്റ് എക്സാമിന് 70 ആണ് സ്കോർ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ 1/4 ഓഫ് എ നമ്പർ ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം 1/3 ഓഫ് ദാറ്റ് നമ്പർ we get 10, what is the number? Option 120, 60, 20 that subtracted from 1/3 of that number എന്നാണ്. അപ്പോൾ ഏതോ ഒരു നമ്പറിൻ്റെ 1/3 നിന്ന് മൈനസ് 1/3 എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 1/3 നമുക്ക് x/3 എന്ന് എഴുതാം. മൈനസ് x/4 അതായത് എക്സിൻ്റെ ആ സംഖ്യയുടെ തന്നെ 1/4 കൊണ്ട് മൈനസ് ചെയ്താൽ 10 കിട്ടുമെന്ന് പറഞ്ഞേക്കുന്നത്. ഈക്വൽ ടു 10. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് എന്ത് ചെയ്യാം? ഇതിൻ്റെ LCM എടുക്കാം. 12 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുക. 4x മൈനസ് 3x ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഇനി 4x മൈനസ് 3x എന്ന് വെച്ചാൽ x/12 ഈസ് ഈക്വൽ ടു 10. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇംപ്ലൈസ് x ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 10 ഈക്വൽ ടു 120. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 25% ഓഫ് എ നമ്പർ ഈസ് 40, വാട്ട് ഈസ് ദ നമ്പർ? ഏതോ ഒരു നമ്പറിൻ്റെ 25% എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. അതായത് 25x ഈസ് ഈക്വൽ ടു ഈ 100നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ 4 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 4000 കിട്ടും. ഇനി നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 4000 ഡിവൈഡഡ് ബൈ 25 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 160. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഇക്വേഷൻ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. y ഈക്വൽ ടു x മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 3x ഡിവൈഡഡ് ബൈ 2x മൈനസ് 1. ഇത് വാല്യൂ ഓഫ് വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. വെൻ x ഈസ് ഈക്വൽ ടു -1, എക്സിൻ്റെ വാല്യൂ -1 ആകുമ്പോഴുള്ള വാല്യൂ ആണ്. നമുക്ക് y ഈസ് ഈക്വൽ ടു x മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 3x ഡിവൈഡഡ് ബൈ 2x മൈനസ് 1 എഴുതാം. ഇനി എക്സിൻ്റെ സ്ഥാനത്തൊക്കെ -1 കൊടുക്കാം. -1 -2 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 3 ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു -1 -1 എന്ന് എഴുതി. ഈക്വൽ ടു -1 -2 എന്ന് പറഞ്ഞാൽ -3 ഡിവൈഡഡ് ബൈ 3 പ്ലസ് -3 അവിടെ ഉണ്ട് ഡിവൈഡഡ് ബൈ -2 ഇൻറ്റു -1 -2 -1. ഇനി ഈക്വൽ ടു -3 ഡിവൈഡഡ് ബൈ 3 അതുപോലെ എഴുതി പ്ലസ് -3 ഡിവൈഡഡ് ബൈ ഇവിടെ -2 ഇൻറ്റു -2 -1 എന്ന് പറയുമ്പോൾ -3. അപ്പോൾ ഈക്വൽ ടു ഇവിടെയാണ് -3 ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പോൾ -1 പ്ലസ് -3 ആണ് മേളിലും താഴെയുള്ളത്. അപ്പോൾ രണ്ടും ക്യാൻസലായി പോവും, 1 വരും. അപ്പോൾ +1 +1 -1 കൂടെ ചേരുന്ന 0. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. ഓപ്ഷൻ എ ആണ്.